അന്ധകാരത്തിൻ്റെ കരിമ്പടം പുതച്ച് കാനന വന്യതയിൽ രാഗി മിനുക്കിയ വിഷബാണങ്ങളുമായി ഒരു നിഷാദൻ ഇരകൾക്കായി കാത്തിരിപ്പുണ്ട്. കനിവ് വറ്റിയ കണ്ണ്, ഇരുളുമൂടിയ മനസ്സ്, അവൻ്റെ കരാളച്ചുഴിയിൽ കനിവുമില്ല, കാരുണ്യവുമില്ല. നിഷാദ എന്ന് പറഞ്ഞു തീരും മുന്നേ നിഷാദശരം കിളിഹൃദയം തുളച്ച് ഹൃദയരക്തം നുകർന്നു. പുറകിൽ ഒരു നിഴലനക്കം, നിഷാദിന് പുറകിൽ ഒരു വെളിച്ചം. അതെ, അവൻ വരുന്നു. ഇനി ഇരുട്ടും വെളിച്ചവും തമ്മിൽ ഒരു യുദ്ധം. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട രാംദാസ് സാറിന്റെ വളണ്ടറി റിട്ടയർമെന്റ് ആണ്. അദ്ദേഹത്തിന് ഔപചാരികത ഇഷ്ടമല്ലെങ്കിലും ഈ യാത്രയപ്പ് ഞങ്ങളുടെ ഒരു അവകാശമാണ്. കൂടെ ജോലി ചെയ്ത ഒരുപാട് പേരുണ്ടെങ്കിലും രാംദാസ് സാറിന്റെ കൂടെ ജോലി ചെയ്ത ഓരോ ദിവസവും ഞങ്ങൾക്ക് മറക്കാനാവാത്ത അനുഭവങ്ങളാണ്. ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. രണ്ടു വാക്ക് സംസാരിക്കാനായി പ്രിയപ്പെട്ട DYSP സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ സർക്കിളിലേക്ക് രാംദാസ് വന്നിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളെങ്കിലും നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. അദ്ദേഹം എന്തിനാണ് വോളണ്ടിയർ റിട്ടയർമെന്റ് എടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അറിഞ്ഞിടത്തോളം ആരോഗ്യപരമായ കാരണങ്ങളാണ് നേരത്തെയുള്ള റിട്ടയർമെന്റിന് കാരണമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും രാംദാസിനെ പോലുള്ള ആളുകൾ പോകുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ഒരു കനത്ത നഷ്ടം തന്നെയാണ്. കൂടുതൽ ഞാൻ നീട്ടുന്നില്ല. നല്ലൊരു റിട്ടയർമെന്റ് ജീവിതം ഞാൻ രാംദാസിന് ആശംസിക്കുന്നു. അടുത്തതായി SI രാംദാസിന് DYSP പൊന്നാട അണിയിക്കുന്നു. സർ, ഹലോ. ഞാൻ നിന്നെ എത്ര നേരമായി വിളിക്കുന്നത്? നീ ഇതവിടെ പോയി കിടക്കുക? അച്ഛൻ വരുന്നുണ്ട് റോഷ. ഇനി പണ്ടത്തെ പോലെ കാണാനും സംസാരിക്കാനൊന്നും പറ്റില്ല. അച്ഛനൊക്കെ അറിയാലോ. പക്ഷെ നാളെ വരണേ നമ്മുടെ സ്ഥിരം സ്പോട്ടിൽ. അനുമോളെ ഇങ്ങോട്ടൊന്ന് വന്നേ. റോഷ, ഞാൻ രാത്രി മെസ്സേജ് ചെയ്യാം. ശരി, ഓക്കെ, ബൈ. ശരിയെന്ന്.
ഹലോ സാർ. രാംദാസേ, സാർ, നമ്മുടെ പുരുഷോത്തം പിള്ള സാറ്. എന്തു പറ്റി സാർ? പിള്ള സാറിനെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഹൈവേയിൽ വെച്ചിട്ട് ഒരു കാർ ഇടിച്ചു. മരിച്ചെന്നാ കേട്ടത്. നീ അറിഞ്ഞോ? ഇല്ല സാർ. രാംദാസേ, പേടിയാവുന്നോടും ആരൊക്കെയോ പിന്തുടരുന്ന പോലെ. പിള്ള സാറ് മരിക്കുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിരുന്നു. സംസാരത്തിൽ എന്തൊക്കെയോ പേടിയുള്ള പോലെ തോന്നി. താനിപ്പോൾ എവിടെയുള്ളത്? ഞാൻ ക്വാർട്ടേഴ്സിലുണ്ട് സാർ. നമ്മളൊക്കെ കുറെ ചെയ്തു കൂട്ടിയിട്ടുണ്ടല്ലോ. എന്തായാലും രാംദാസ് ഒന്ന് ശ്രദ്ധിക്കണം. ശരി സാർ. ആ അതെ, ഞാനിന്ന് ഉച്ചവരെ ലീവായിരിക്കും. ബിൽഡിംഗ് ഇഷ്യൂവിൻ്റെ ആൾക്കാരോട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വരാൻ വേണ്ടി പറഞ്ഞാൽ മതി. പൈതലും കൊതിക്കും താരാട്ടുപോലൊരു ലോകം. സോയോ ദി അൾട്ടിമേറ്റ്. അവധിയിലായിരുന്ന പോലീസുകാരൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കുമാരപുരം പോലീസ് സ്റ്റേഷനിലെ CI അനിലാണ് കൊല്ലപ്പെട്ടത്. ജനലിലോട് ചേർത്ത് കയറുകൊണ്ട് കഴുത്തിൽ കുരുക്കിട്ട് മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് ലോക്കൽ പോലീസ് പറഞ്ഞു. കൂടുതൽ അന്വേഷണം നടത്തി പ്രതികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുമെന്ന് DYSP മധുസൂദനൻ മീഡിയയോട് പറഞ്ഞു. രാംദാസേ, പേടിയാവുന്നോടും ആരൊക്കെയോ പിന്തുടരുന്ന പോലെ. ബാർക്കോഴ കേസിൽ രാജിവെക്കില്ലെന്ന് മന്ത്രി K. ബാബു. മുഖ്യമന്ത്രിയെ വെട്ടിലാക്കി. സോളാർ കേസിൽ പുതിയ ശബ്ദരേഖ. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറല്ലെന്ന് മുഖ്യമന്ത്രി. തെളിവുണ്ടെങ്കിൽ കോടതിയിൽ ഹാജരാക്കട്ടെ എന്ന് ചീഫ് സെക്രട്ടറി. അച്ഛാ, ഈ ബാഗ് അവിടെ വെച്ചേക്ക്. കുറച്ച് വെള്ളം വേണം, ഒരു ഗ്ലാസും. ശരി. ഹലോ, രാംദാസ് അല്ലേ? അതെ. നീ ജോലി രാജിവെച്ച് വീട്ടിൽ പോയി ഒളിച്ചിരുന്നാൽ രക്ഷപ്പെട്ടു എന്ന് കരുതിയോ? നീ എവിടെ പോയി ഒളിച്ചിരുന്നാലും തന്റെ പിന്നാലെ ഞങ്ങളുണ്ടാവും. വെച്ചിട്ട് പോടാ. അറി മോളെ, സാറില്ലേ? ഉറങ്ങാ, വിളിക്കാം. അച്ഛാ, അച്ഛാ. എന്തായിരുന്നു തൊള്ളവർക്കുന്നേ? എന്താ ശോക? സാറേ, ഇന്നലെ വരാൻ പറ്റിയില്ല. നല്ല സ്വയംഭം സാധനം കിട്ടിയിട്ടുണ്ട്, കൊണ്ടുവരട്ടെ?
ഇവിടെ വേണ്ട, നമ്മുടെ സ്ഥലത്തേക്ക് പോവാം. നീ നിൽക്ക്, ഞാൻ പോരാ. എന്താ സതീശ, നീ ഇവിടെയൊക്കെ ഉണ്ടോ? ഇവിടെ ഉണ്ട് സാറേ. സാറ് വന്നു പറഞ്ഞു. അപ്പൊ ഇനി ഇവിടെ തന്നെ ഉണ്ടാവോ? ആ, ഇതൊക്കെ തന്നെ കാണും. ഇത് സാറേ വീട് പണിയൊക്കെ എന്തായി? കാജാബിടി ഉണ്ടോ? സാറേ വേഗം കയറിക്കൂടാ. ആ ബീഡി ഒന്നേ നോക്കുന്നുണ്ട്. ഒരു പാക്കറ്റ് വരടാ. കഴിയണ്ടേ? ആ ആ എടുത്തോ. സിസ്റ്റർ വേണോ? ചേട്ടാ ബാക്കി അതിൽ എഴുതി വെച്ചേട്ടാ. അതാരാ ചോദ? ഏത്? അതാ തോട്ടത്തിൽ പണിക്ക് വന്നവർ. വണ്ടി എടുത്തോ. എന്താ മോളെ ഈ വൈക്കൊക്കെ? ചേച്ചി ഞാൻ കവല വരെ. കവലയിലേക്ക് എന്തിനാ ഈ വൈക്ക് പോണേ? അത് ഞാൻ പോകുന്ന വഴി രേഷ്മയുടെ വീട്ടിലൊന്ന് കയറാന്ന് വിചാരിച്ചു. ആഹാ ശരി ശരി മോളെ. പാവം കൊച്ച. അതിനത് അമ്മയില്ലാതെ വളർന്ന കൊച്ചല്ലേ സുഷമ്മേ? അമ്മ ഇല്ലെങ്കിൽ എന്താ, രാജേശ്വരം അതിനെ പൊന്നുപോലെയല്ലേ വളർത്തുന്നത്. പക്ഷെ ആ കാലം റിട്ടയർ ആയെന്നാ പറഞ്ഞു കേട്ടത്. ഇനിയൊരു പെയ്ത്ത് പെയ്യും. ഞാൻ പോവല്ലേ? ഇങ്ങനെ പേടിപ്പിക്കണോ? തന്നെ പേടിപ്പിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാ. കൊലകൊമ്പലും ധൈര്യശാലിയ അച്ഛൻ്റെ മോളിലത്. എന്നിട്ടാ? അതൊക്കെ ശരിയാ, പക്ഷെ ധൈര്യം മാത്രല്ല. ഡോ, താൻ കോളേജിൽ പഠിക്കുമ്പോൾ തനിക്കൊരു ചെക്കൻ ലവ് ലെറ്റർ തന്നു എന്ന് പറഞ്ഞ് തൻ്റെ പഠിത്തം നിർത്തി വീട്ടിലിരുത്തിയല്ലേ തൻ്റെ അച്ഛൻ? മൂപ്പരെങ്ങാനും ഇത് അറിഞ്ഞ എന്താകുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഹേയ്, എന്തു തന്നെ സംഭവിച്ചാലും നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ. കൺമുനകളിൽ കളമിടും കവിതയെന്നാളും നിൻ മിഴികൾ തൻ മധുകണം നുകരവേ എന്നുയിരിനെ തഴുകുമാ കുളിരിളം തെന്നൽ വെൺമുകിലുപോ അലസമായി പൊഴിയുമോ അരികിൽ വന്നാരോ മൊഴിയുന്ന വാക്കുകൾ പതിയെ മെയ്യോരം ചേരുന്നിതാ കൺമുനകളിൽ കളമിടും കവിതയെന്നാളും നിൻ മിഴികൾ തൻ മധുകണം നുകരവേ
മുകിലിൻ മർമരം എൻ ഹൃദയമന്ത്രങ്ങൾ നിന്നിൽ അലിയുമോ പ്രിയതരമൊരു നാളിൽ പിരിയാതെ പ്രാണനായി പലവുരു പറയാതെ ഒന്നായിടാം മായാത്ത സ്നേഹത്തിൻ തീരങ്ങളിൽ ഈ ജന്മമൊന്നാവാൻ കൈകോർത്തു നാം പ്രണയം വാചാലമായി കൺമുനകളിൽ കളമിടും കവിത എന്നാളും നിൻ മിഴികൾ തൻ മധുകണം നുകരവേ. കുറുമ്പിമലയിലെ പറങ്കിമാവിൻ തോട്ടത്തിലെ പറങ്കിമാങ്ങ അങ്ങനെ പറിച്ചെടുത്ത് ആ ചാക്കോ വാറ്റി അടിപൊളി വാറ്റ സാറേ. കുടിക്ക് സാറേ. സാർ ഈ തോട്ടം വാങ്ങി വെച്ചത് നന്നായി. ഒന്നുമില്ല, ഈ സ്വസ്ഥായ രണ്ടടിക്കാൻ ഇങ്ങോട്ട് വരാലോ. സാർ എന്താ ആലോചിക്കുന്നത്? ആ കവലയിൽ നിന്ന് പയ്യനെ കുറിച്ച് താനൊന്ന് അന്വേഷിക്കണം. അവൻ തോട്ടം പണിക്കൊന്നും വന്നതല്ല. ഒന്ന് അടങ്ങട സുജിത്തെ. പാവായിരുന്നു സേതുക്ക എൻ്റെ ചേട്ടൻ. എല്ലാരും കൂടെ എൻ്റെ ചേട്ടനെ എടോ, അയാളൊരു സാധാരണ മനുഷ്യനല്ല, പോലീസുകാരനാ. കാത്തിരിക്കണം, അവസരം വരും വരെ. ഇത്ര തിരക്കിൽ എങ്ങോട്ടാ? സമരത്തിന് ആളെ കൂട്ടാനുള്ള പരിപാടിയാണോ? ആണെങ്കിൽ തനിക്കെന്താ? പിള്ള സാറിനെതിരെ കളിച്ചോരെ വിവരം അറിഞ്ഞിട്ടുണ്ട്. പോടാ ചെറുക്ക. ഈ ഉമ്മാക്കി കൊണ്ടൊന്നും പേടിക്കുന്നവനല്ല സഖാവ് ശിവരാജൻ. സമരം ചെയ്യുന്നു പറഞ്ഞാൽ അത് ഞങ്ങൾ ചെയ്തിരിക്കും. ഗോമിട്ടൻ്റെ 3 മക്കൾക്കും ജോലിയായില്ലേ? 3 പേർക്കായി. ആദ്യത്തെ 2 പേർക്കായി. ഇടയവൻ പഠിക്കാൻ കുറച്ച് കുഴപ്പമില്ലായിരുന്നു. അവൻ ഈ പന്ത് കളിയൊന്നും പറഞ്ഞുകൊണ്ട് മെനക്കിട്ട് കളി തന്നെ കളി. പിന്നെ പഠിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി പഠിപ്പിക്കും. എന്താടാ? എടാ, പിന്നെ ഒരു കാര്യമുണ്ട്. എടാ, നിന്റെ അച്ഛനെ ആ പുരുഷോത്തമയുടെ ആൾക്കാർ തല്ലാൻ വേണ്ടിയിട്ട് ആ വയലിൻ്റെ ഇവിടെ കാത്തിട്ടുന്നുണ്ട്. നീ പെട്ടെന്നാണ് ചെല്ല്. നീ ഇറങ്ങിക്കേ. ആ. എന്താ ഈ ഒരു ചീള് കേസിനാണോ? പണ്ടായിരുന്നെങ്കിൽ നോക്കായിരുന്നടാ.
അച്ഛാ വാ അച്ഛാ വാ പോവാ. വാച്ചാ അല്ല അച്ഛാ ഇനി സമരമൊക്കെ എങ്ങനെ? അത് നാളെ നമ്മൾ തുടങ്ങല്ലേ. ഒരടിക്കും കൂടെ ഉള്ള ഒരു വകുപ്പുണ്ട്. ഓടാ. എവിടെയായിരുന്നു ഇത്രയും നേരം? എടി എടി ഇവിടെ വെച്ച് കാണുന്ന അത്ര സേഫ് അല്ല കേട്ടോ. അതിനെ വിളിച്ച ഫോൺ എടുക്കണം മിസ്റ്റർ, അല്ലെങ്കിൽ ഇതുപോലെ തേടി വരും പ്രിയ. ഓ എടി നിന്റെ അച്ഛനില്ലേ ഈ പുരുഷോത്തമൻ പിള്ള, അയാളുടെ ശിങ്കടികൾ ഇവിടെ ഒക്കെ കാണും. ഇതറിഞ്ഞ അപ്പോ തീരും. കോളേജിലെ വീരശൂര പരാക്രമി സഖാവ് രഞ്ജിത് ശിവരാജനാണോ ഈ പേടിത്തൂരി ഡയലോഗ് പറയുന്നത്? ഒന്ന് പോടി. അല്ല നീ എന്തിനാ വരാൻ പറഞ്ഞേ? അച്ഛൻ MSc കോയമ്പത്തൂർ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തത്. ഇവിടെ എവിടെയെങ്കിലും മതിയെന്ന് ഞാൻ കുറെ പറഞ്ഞതാ, കേക്കണ്ടേ? 2 ദിവസം കഴിഞ്ഞാ എനിക്ക് പോണം. പിന്നെ എന്നാ ഇങ്ങനെ കാണാൻ പറ്റാന്ന് അറിയില്ലല്ലോ, അതാ ഞാൻ. എന്താ ഇത്? എടോ കോയമ്പത്തൂർ ഇവിടെ അടുത്തല്ലേ, എനിക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും വരാനും പറ്റും. പിന്നെ ആരെയും പേടിക്കാതെ കാണാനും മിണ്ടാനും ഒക്കെ പറ്റും. നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടാ. ഇപ്പൊ ഓക്കെ ആയോ? കെട്ടിപ്പിടുത്തം വരെയൊക്കെ ആയല്ലേ? എടാ പേടിപ്പിക്കല്ലടാ. ഒന്ന് പോടാ. പിന്നെ നീ പോയിക്കോ, ഞാൻ വിളിച്ചോളാം. ഈ വിഷയം പിള്ള സാർ അറിഞ്ഞാലേ കാണാം. അതൊക്കെ അപ്പോ നോക്കാടാ. നീ വാ, അച്ഛൻ സമരപ്പന്തലിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഭാവി അമ്മായച്ചനെതിരെയാ സമരം അല്ലേ? നീയേ വീട്ടിലോട്ട് വിട്ടോ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ശരിയേട്ടാ. കേട്ടാ. നിന്റെ വെള്ളച്ചിലൊന്നും ഇവിടെ നടക്കില്ലടാ. നിന്നെ കൊണ്ട് സത്യം ഞാൻ പറയിപ്പിക്കും. പൊട്ടന്മാരാന്ന് വിചാരിച്ചോടാ ഞങ്ങള്. പറയടാ, നിന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങുള്ളൂ. അങ്ങനെയൊന്നും ചെയ്യല്ല സാറേ, ഞങ്ങള് പാവങ്ങളാ സാറേ. നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കണം. സാർ പ്ലീസ് സാർ, അങ്ങേരെ ഒന്ന് വിടാൻ പറ സാറേ. അങ്ങേര് ഒരു തെറ്റ് ചെയ്തിട്ടില്ല സാറേ. അങ്ങേർക്ക് ആ മീശ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ സാറേ. അങ്ങേര് അങ്ങനെ ഒന്നും ചെയ്തില്ല സാറേ. അയ്യോ സാറേ, സാറേ അയ്യോ എന്താ ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ. അയ്യോ സാറേ, ഒന്നും ചെയ്തിട്ടില്ല സാറേ. ഒന്ന് പറ സാറേ. അയ്യോ വേണ്ട സാറേ, ചവിട്ടല്ല സാറേ. CI സാറാ വിളിച്ചത്. PR കെമിക്കൽസിന്റെ കമ്പനി ഇൻസ്പെക്ഷന് പോകാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇവനെ പോക്കെ ജീപ്പിലിട. അയ്യോ വേണ്ട സാറേ. സഖാക്കളെ, നമ്മുടെ സമരം ഇന്നേക്ക് 25-ാം ദിവസം പിന്നിടുകയാണ്. നമ്മൾ ആർക്കു വേണ്ടിയാണ് ഈ സമരം നടത്തുന്നത്? നമുക്ക് വേണ്ടി, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി അല്ലേ? നമുക്കറിയാം, തുടക്കത്തിൽ ഇതൊരൊറ്റയാൾ പോരാട്ടമായിരുന്നു. നമ്മളെല്ലാവരും പിന്നീട് വന്ന് ചേർന്നവരാണ്. മാത്രമല്ല, കുത്തക മുതലാളിമാർ പാവപ്പെട്ട ജനങ്ങൾക്കു മീതെ ആഞ്ഞടിക്കുന്ന ഓരോ ആണിയും വലിച്ചു പറിച്ചെറിയാൻ കഴിവുള്ള ഒരു ഒറ്റയാനാണ് സഖാവ് ശിവരാജൻ. രണ്ടു വാക്ക് സംസാരിക്കാൻ സഖാവിനെ ക്ഷണിക്കുന്നു. സഖാക്കളെ, നമ്മൾ ഈ സമരം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ന് ഇവിടെ ഒരു ഇൻസ്പെക്ഷൻ നടത്താനായി ഓഫീസർമാർ വരും. എന്ത് വില കൊടുത്തും ഈ ഇൻസ്പെക്ഷൻ നമ്മൾ തടയണം. നമ്മുടെ നാടിനെ നമുക്ക് രക്ഷിക്കണം. ലാൽ സലാം. ഇൻക്ലാബ് സിന്ദാബാദ്.
നിർത്താൻ എല്ലാവരോടും പിരിഞ്ഞു പോകാനാ പറഞ്ഞേ. അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല സാറേ. ശിവരാജ പറയടോ. സഖാക്കളെയും കൂടി മര്യാദ കൊടുന്ന് പിരിഞ്ഞു പോകുന്നതല്ലേ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. പേടിപ്പിക്കണ്ട സാറേ. പേടിപ്പിക്കുമ്പോൾ ട്രൗസറി മുള്ളുന്ന പ്രായമൊക്കെ കഴിഞ്ഞുപോയി. ഇങ്ങോട്ട് ബലം പ്രയോഗിച്ചാൽ അങ്ങോട്ട് ബലം പ്രയോഗിക്കേണ്ടി വരും. എടാ നിന്നെയൊക്കെ മാറ്റാൻ പറ്റുന്ന ഞാൻ നോക്കട്ടടാ. വേണ്ടെന്നല്ലേ പറഞ്ഞേ? നീയും മോനെ മോനെ രഞ്ജിത്ത് മാറി നിൽക്കും. മനസ്സിലാക്കും. വേണ്ട എന്റെ കൈ കിട്ടും. അന്ന് തന്നെ എടുത്തോളാം ഞാൻ. എന്റെ അവസാനടാ, ഓർത്തു വെച്ചോ. വിട് സാറേ. മോനെ വിട്ടേക്ക്, വിട്ടേക്കേ. മതിയടാ, മതി. ഇല്ല സാറേ, ഇത് ഇത്രയും പ്രശ്നമാണെങ്കിൽ നമുക്കത് പിന്നത്തേക്ക് മാറ്റിയാലോ? വണ്ടി എടുക്കും. ഏട്ടനല്ല 2 ദിവസം മുമ്പ് പൂവാ പിടിക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിന്റെ വിവരമൊന്നും ഇല്ലല്ലേ? എനിക്കറിയാം. അമ്മ ഇതൂടെ മതി. എന്നാലും ഈ പോലീസിനെ കൊന്തിടുക തള്ളിയിടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കുഴപ്പമാവില്ലേ രഞ്ജിത്തെ? പോലീസിന്റെ ഉന്തിയിടുക പറഞ്ഞാ കുഴപ്പമാണോന്ന് ചോദിച്ചാൽ കുഴപ്പം തന്നെയായിരിക്കും. എൻ്റെ പൊന്നമ്മേ, ഞാൻ ഈ കോളേജ് പഠിക്കുമ്പോഴേ ഇതിലും വലിയ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നുമില്ല. ഒന്നില്ലേലും ഞാനൊരു സഖാവല്ലേ. പിന്നെ കറകളഞ്ഞൊരു സഖാവിൻ്റെ മകനും. ഒന്നും സംഭവിക്കില്ല അമ്മേ, ധൈര്യമായിട്ടിരിക്കെ. എൻ്റെ മോനെ, സഖാവൊക്കെ തന്നെയാ. പക്ഷേ ഈ പഠിത്തം നിർത്തി പണിക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഈ കുടുംബത്തിൽ അടുപ്പ് പോകാൻ തുടങ്ങിയത്. എന്നാലും എൻ്റെ പഠിത്തം നിർത്തിയതാ എനിക്ക് സങ്കടം. അതിനെന്താ അമ്മേ, നമ്മൾ ഇവനെ പഠിപ്പിച്ച് വലിയ ആളാക്കും. നീ പഠിക്കില്ലടാ? അതൊക്കെ ഞാൻ പഠിച്ചോളാം. പക്ഷേ എന്ത് ചെയ്യാനാ, വലിയ കോളേജിൽ അഡ്മിഷൻ കിട്ടണ്ടേ? എന്താ അമ്മയും മക്കളും ഒരു ചർച്ച? സുജിത്തിന്റെ കോളേജ് അഡ്മിഷനെ കുറിച്ച് പറയായിരുന്നു. അത് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. നൈസ്. ഹാപ്പി ആയില്ലടാ? മോനെ, നീ ഒന്ന് സൂക്ഷിച്ച് നടക്കണേ. ശരി അച്ഛാ. എന്താ രാംദാസ് ആലോചിക്കുന്നത്? സാറേ, ആ ചെക്കനിട്ടൊരു പണി കൊടുക്കണം. ഏത്? ആ ശിവരാജന്റെ മകനോ? അവൻ തന്നെ. അത്ര ആളുകളുടെ മുന്നിൽ വെച്ച് അവനെന്നെ നാണം കെടുത്തിയതാ. അവനിട്ടൊരു പണി കൊടുക്കും ഞാൻ. എന്താ രാംദാസിന്റെ പ്ലാൻ?
ഇയാൾ എന്ത് ഈ നേരത്ത്? ഹലോ, നീ ആ ചെക്കനെ കുറിച്ച് അന്വേഷിച്ചോ? ഏത് ചെക്കൻ? ഇന്നലെ കവലയിൽ വെച്ച് കണ്ടില്ലേ? അവൻ തന്നെ. ആ, അന്വേഷിച്ചോളാം. ഹലോ ഹലോ, ഓരോ വള്ളിക്കെട്ടുകൾ. ചേട്ടാ, ഈ സെയ്ത് പണിയെടുക്കുന്ന തോട്ടം ഏതാ? അത് നേരെ പോയാൽ വലത്തോട്ട് തിരിഞ്ഞാൽ കാണാം. ആ, സെയ്തേ, ഇങ്ങോട്ട് പോടാ. ആ സെയ്തേ, തൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം ഒരു പയ്യനെ കണ്ടല്ലോ, അവനേതാ? അത് നാട്ടിൽ എനിക്ക് അറിയാവുന്ന ഒരാളുടെ കെയർ ഓഫിൽ ജോലിക്ക് വന്നതാണ്. പാവം ചക്കനാ. വീട്ടിലൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ്. വേറെ ഒളിച്ചു വെച്ച കാര്യമൊന്നുമില്ല? ഇല്ല, ഒന്നുമില്ല. പിന്നെ അവനവിടെ? അത് ഇന്നലെ ശമ്പളം കിട്ടിയപ്പോൾ നാട്ടിൽ പോയതാ. അവൻ്റെ നാടേതാന്ന് പറഞ്ഞേ? കുമാരപുരം. കുമാരപുരം. കുമാരപുരത്തുനിന്ന് ഒരാൾ വന്നിവിടെ ജോലി എടുക്കണമെങ്കിൽ അത് എനിക്കുള്ള പണിയായിരിക്കും. എടാ, സാധനോടെ? ആ ചാക്കോയ്ക്ക് സാധനം തരാൻ ഒരു മടി. സാറിനാണെന്ന് പറഞ്ഞപ്പോൾ പോയി പണി നോക്കാൻ വരെ പറഞ്ഞു. പിന്നെ എന്നെ പിടിച്ചൊരു തള്ളും. സാറിനൊന്നും ഒരു വിലയില്ല സാറേ. റിട്ടയർഡായ പോലീസിന് പുല്ല് വില. ആ, നീ വന്നാടാ. പിന്നെ നമ്മുടെ അശോകനെ എന്തൊക്കെയോ സംശയമുണ്ടെന്നാണ് തോന്നണേ. നീ നാട്ടിൽ പോയെന്ന് പറഞ്ഞപ്പോൾ എവിടെയാണ് നിൻ്റെ നാടെന്ന് അശോകൻ എന്നോട് ചോദിച്ചു. പെട്ടെന്ന് ചോദിച്ചപ്പോൾ കുമാരപുരം ഞാൻ പറഞ്ഞും പോയി. എടാ, പ്രശ്നമാവോ? ഇതൊക്കെ പേടിക്കണ്ട. ഈ കഥയില് ഞാൻ വേട്ടക്കാരനും അയാൾ ഇരയുവാ. എടാ, പിന്നെ നീ രാമദാസിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ പറഞ്ഞില്ലായിരുന്നോ? ആ, പറഞ്ഞു. ഒരു പഴയ കഥയാണ്. അയാളുടെ കുട്ടിക്കാലത്ത് അയാൾക്കൊരു ഗംഭീര പ്രണയം ഉണ്ടായിരുന്നു. ഒരു ക്രിസ്ത്യൻ പെണ്ണായിട്ട്, മേരി. പിന്നീടത് ഭയങ്കര പ്രശ്നമായി.
ഈ സംഭവത്തിന് ശേഷമാണ് അയാളിപ്പോൾ ഇങ്ങനെ മാറിയെന്ന് നാട്ടുകാർ മൊത്തം പറയുന്നത്. മേരി. എന്നിട്ട് മേരാൻറ്റിക്ക് എന്താ സംഭവിച്ചമ്മേ? അവര് മറ്റൊരു കല്യാണത്തിന് നിർബന്ധിച്ചു. പക്ഷേ കല്യാണത്തിന് മുമ്പേ മേരി ആത്മഹത്യ ചെയ്തു മോളെ. നിന്റെ അച്ഛൻ മേരി മരിച്ചതറിഞ്ഞത് കുറേ കഴിഞ്ഞിട്ടാ. ലീവിന് വന്നിട്ട് അവിടെ പോയി കുറെ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെ പിന്നെ എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരുന്ന ആ പഴയ രാംദാസ് മാറിത്തുടങ്ങി. അച്ഛമ്മേ, എന്താ എന്താ മോളെ? അവിടെ ഒരാള്, അവിടെ ഒരാള്. എവിടെയാടി? അവിടെ ഞാൻ കണ്ടതാ. അവിടെ ഒന്ന് മറ്റവനായിരിക്കും. ഓരോരോ മാരണങ്ങള്, അല്ലെങ്കിൽ തന്നെ മനുഷ്യന് ഉറക്കമില്ല. അന്നേരം അവളുടെ. നീ എന്തൊക്കെയാടാ ഈ പറയണത്? ഞാൻ പറയും. ഏതൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയപ്പോ ഇവളുടെ തള്ള എന്റെ തലയിൽ കെട്ടിവെച്ചതാ അവളെ. എന്റെ ഒരു വിധി. ഇവൻ ഇതെന്തു പറ്റി? ഉറങ്ങിയില്ലേ? ഇല്ല. ഞാൻ വിചാരിച്ചു ഉറങ്ങി കാണുമെന്ന്. മോള് വാ. ബാ ബാ. നമുക്ക് പാല് കുടിക്കാം കേട്ടോ.
നാശം. അല്ല രാജേഷ്ണി, നാട്ടിലൊക്കെ ഒരു സംസാരം ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ് 8 മാസം ആവുന്നതിന് മുമ്പ് എങ്ങനെ കുട്ടി ഉണ്ടാവുന്നേ? നീ എന്തൊക്കെ ഈ പറയണേ? ഇത് ഞാൻ പറയുന്നല്ല കേട്ടോ, നാട്ടുകാർ പറയുന്നതാ. നാട്ടുകാർക്ക് എന്താണോ പറയാൻ പറ്റാത്തത്? അല്ല, മനുഷ്യന്മാർക്കൊരു സംശയം. നീ നിന്റെ പണി നോക്കിയാ മതി, ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട. അല്ല, ബീനക്ക് നാട്ടിലൊരു കാമുകനുണ്ടായിരുന്നെന്നും അത് വീട്ടുകാർ കൈയോടെ പിടികൂടിയിട്ടാണ് ഈ കല്യാണം നടത്തിയെന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. അവിടെ എവിടെയും കേട്ടതൊന്നും നീ ഇവിടെ വന്ന് പറയാൻ നിൽക്കണ്ട. നീ പോയേ. ഞാൻ പോവാ. മോള് മൂത്രം വെച്ചത് കണ്ടില്ല ദാസേട്ടാ നിങ്ങള്? അല്ലെങ്കിലും കുറച്ചായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. മോളെ ഒന്ന് എടുക്കോ കൊഞ്ചിക്കോ എന്തിന്? അവളെ ഒന്ന് നോക്കു പോലും നിങ്ങൾ ചെയ്യുന്നില്ല. എന്ത് തെറ്റാ മോള് നിങ്ങളോട് ചെയ്തത്? തെറ്റ് ചെയ്ത് നീയാടി. കല്യാണം കഴിഞ്ഞ് 8-ാം മാസം നീ എങ്ങനെയാ പ്രസവിച്ചത്? ദിവ്യഗർഭാണോ അതോ മറ്റോ നിനക്ക് സമ്മാനിച്ചിട്ട് പോയതോ? സൂക്ഷിച്ച് സംസാരിക്കണം. എന്തോന്ന് സൂക്ഷിക്കാൻ? നിന്റെ സകല ചുറ്റിക്കളികൾ ഞാൻ അറിഞ്ഞു. കല്യാണത്തിന് മുൻപ് നിനക്ക് ഒരുത്തരായിട്ട് ബന്ധം ഉണ്ടായിരുന്നില്ലടി. ഇപ്പോഴും ബന്ധം തുടർന്നുണ്ടോ? ഒരു ശീലാവധി വന്നേക്കുന്നു. നീ അവിടെ നിൽക്ക്. റോഷ, അറിയാത്ത സ്ഥലാ, ആരെങ്കിലും കണ്ടാ എന്നെ പഞ്ഞിക്കിടും. വേഗം വന്നേക്കണേ. ഈ ടൈമിൽ ഇവിടെ ആരും വരില്ല, ഞാൻ വേഗം പോയിട്ട് വരാം. ഡാ, നിന്റെ പ്രേമത്തിൽ എന്നെ വലിയടാക്കൂടാ. ഇല്ലടാ പന്നി. ദേവാണ്. ഞാനാ ജെല്ലോർക്ക്. റോഷ, നീ എന്താ ഈ സമയത്ത്? ആരെയും കണ്ടാ വലിയ പ്രശ്നമാവും കേട്ടോ. നിന്നെ കാണണമെന്ന് തോന്നി വന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോയേക്കാം. അയ്യോ, അങ്ങനെ പോവല്ലേ, ഞാൻ പേടിയോണ്ട് പറഞ്ഞതല്ലേ. അല്ല, നീയാണോ ഇന്നലെ രാത്രി ഇവിടെ വന്നത്? ഞാനോ? ഞാൻ ബാംഗ്ലൂർ പോകുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? ഇന്ന് വൈകിട്ട് എത്തിയത്. എടോ, ഈ അഴിക്ക് അപ്പുറം ഒന്നും പ്രേമിച്ചാൽ മതിയോ? ഒരുമിച്ച് ജീവിക്കണ്ടേ? ഇവിടെ അച്ചമ്മയ്ക്ക് സമ്മതമായിരിക്കും, പക്ഷേ അച്ഛൻ അറിഞ്ഞാൽ കൊല്ലും. റോഷന്റെ വീട്ടിലോ? ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒന്ന് പറഞ്ഞു നോക്കാം അല്ലേ? ഒന്ന് പറഞ്ഞു നോക്ക്. അയ്യോ റോഷ, പൊക്കോ. അപ്പൊ ശരി, ഓക്കെ. ലവ് യു. ലവ് യു. ബൈ. ബൈ. കണ്ടോ? കണ്ടു. എന്നാ പോയാലോ? കാമുക. ഒരു മിനിറ്റ്. ആരടാ? അനു അനു. ഹലോ. റോഷ, നീ നാളെ ഫ്രീ ആണോ? നമുക്ക് കണ്ടാലോ? ആ, പിന്നെന്താ, നാളെ കാണാലോ. ഓക്കെ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ. എന്താടാ മോനെ, അടിപൊളി. എന്താ ചെയ്യേ?
അച്ഛാ ചായ. എങ്ങോട്ടാ? യൂണിവേഴ്സിറ്റിയിൽ PGയുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതൊന്ന് വാങ്ങാൻ. അത് പിന്നെ നമുക്ക് നോക്കാം. ഇനി എന്തെങ്കിലും വേണോ സാർ? വേണ്ട, താങ്ക്സ്. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? അമ്മ ഓക്കെയാണ്. കുറേ ആയില്ലേ ഞാനും അമ്മയും തനിച്ച്. ഇതിപ്പോൾ ഒരാളും കൂടെ വരാന്ന് പറയുമ്പോൾ സന്തോഷം. കഴിക്കേ. നീ എന്താ ആലോചിക്കുന്നത്? അല്ല, വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചതാ. അച്ഛൻ ഇതൊന്നും സമ്മതിക്കില്ല. അച്ഛൻ്റെ സ്വഭാവം അറിയാലോ, ഇപ്പോഴാണെങ്കിൽ കുറച്ച് കൂടുതലാണ്. സമ്മതിക്കടോ, ഇല്ലെങ്കിൽ ഇറങ്ങി പോര്, നമുക്ക് നോക്കാം. പക്ഷേ അച്ഛമ്മയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാടോ, അവർ സമ്മതിക്കുന്നവരെ എല്ലാം ശരിയാവും. ഈ മുഖത്ത് ചിരി കണ്ടാൽ മതി. ചുടിയിലാലോലം പ്രണയം പുണരുമോ നറുമലരിതളെന്നിൽ തൂകുന്നു തേൻകണം തീരാമോഹങ്ങൾ അലമാലയാ കളമിടും കവിതയെന്നാളും നിൻമിഴികൾ തൻ മധുഗണം നുകരവേ. വണ്ടി കയറി അത് കേറാൻ. ഏതാടാ നീ? ഇനിയും മാതിരി പരിപാടി കാണിച്ച രാംദാസിന് വേറൊരു മുഖം കൂടി ഉണ്ട്. വെറുതെ അത് എടുപ്പിക്കരുത് നീ. ഇറങ്ങടി ഇങ്ങോട്ട്. ഞാനൊന്ന് പറയട്ടെ. മിണ്ടരുത് നീ. വിടടാ കൊച്ചിനെ, നീ എന്ത് ഭ്രാന്താ കാണിക്കണേ? നിങ്ങളല്ലേ മുത്തേ പൊന്നെന്നും പറഞ്ഞ് ഇതിനെ വളർത്തിയത്? തള്ളയുടെ തനി കൊണ ഇവിടെ കാണിക്കുന്നേ. കണ്ടോമാരുടെ കൂടെ അഴിഞ്ഞാടി നടക്കുക. ഇനി പിഴയ്ക്കും കൂടെ ചെയ്ത തൃപ്തിയാവും. നിർത്തടാ, നീ എന്തൊക്കെ ഈ പറയണത്? തള്ളേ, നിങ്ങൾ ഒരുത്തിയല്ലേ എന്റെ ജീവിതം നശിപ്പിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആവുമായിരുന്നോ? മാറുടി.
വണ്ടി എടുക്കണോ? മോളെ, അച്ഛമ്മേ, എന്റെ മോളെ. അച്ഛമ്മേ, 2 പൊറാട്ടയും ബീഫും കൊടുക്കൂടെ? ഈ കർക്കിടക മാസത്തിലെ വെയിലേ ഭയങ്കര വെയില. കാരണന്മാര് പറയുന്നത് 10 ഉണക്കുണ്ടെന്നാ. ആനത്തോല് വരെ ഉണങ്ങും അതില്. ഒരു ചായ. അതൊക്കെ പോയി അല്ല, നിങ്ങൾ അറിഞ്ഞ അപ്പൊ അച്ഛൻ ചാക്കൊരു ആശുപത്രി കൊണ്ടുപോയി. ആണോ? കൂടെയുള്ള അളിയനുണ്ട്. അയ്യോ, എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാനൊരു സ്മോൾ അടിക്കാൻ വേണ്ടി അങ്ങ് പോയതാ. അപ്പോഴല്ലേ വിവരം അറിയുന്നേ. അങ്ങ് തെളിച്ചു പറ സതീശ, എന്തായി? കുറച്ചു ദിവസം മുമ്പേ ആ ടോണിയും ചാക്കും ഇവർക്കിട്ടൊരു പണി കൊടുത്തില്ലായിരുന്നോ? അതിന് തിരിച്ച് പണി കൊടുത്തായിരിക്കും. ആ രാംദാസിനോടൊക്കെ ആരെയും കളിക്കുവോ? എന്തായാലും 2 വെടിപ്പായിട്ട് പഞ്ഞിക്കിട്ടുണ്ട്. അതെ, രാംദാസിനോട് കളിച്ചാലേ അവൻ തേടി പിടിച്ച് പണി കൊടുക്കും. അറിഞ്ഞിടത്തോളം കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഈ രാംദാസ് എന്ന് പറഞ്ഞവനെ കുറച്ച് പ്രശ്നക്കാരനാ. ഞാനേ നിന്റെ പ്രശ്നങ്ങൾ അറിയുന്നോണ്ടാ നിന്റെ കൂടെ നിന്നത്. അതെങ്ങാനും പാളിയാ അതോടെ തീരും. ഇനി എന്തൊക്കെ സംഭവിച്ചാലും സെയ്തുക്ക, എനിക്കത് ചെയ്തേ പറ്റൂ. അതിനു വേണ്ടി ഞാൻ ജീവിക്കുന്ന തന്നെ. സെയ്തുക്കൊക്കെ ഞാൻ കാരണമൊന്നും സംഭവിക്കില്ല. പക്ഷെ അയാളെ എനിക്ക് വേണം. ആസ്പത്രിയിൽ നിന്ന് ഞാൻ മരിച്ചെന്ന് തോന്നുന്നു. പറഞ്ഞോ? പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നിർവനെ വണങ്ങിനാൻ. ധാത്രേ പദേ ജയ വീരമൗരേ ജയ, ശാസ്ത്രമധേ ജയ, ശൗര്യാംബുദേ ജയ, കീർത്തിനിധേ ജയ, സ്വാമി ജയ ജയ. മാർത്താണ്ഡഗോത്രോ ജാതോ തം സമേ ജയ, ഇത്തരം സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ. സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ. അറ്റാക്കായിരുന്നു, ആശുപത്രിയിൽ വെച്ചാ മരിച്ചത്. എന്തോന്നു ചൊല്ലിയതെന്നുടേ ലക്ഷ്മണനെന്തു പറഞ്ഞു വിശേഷിച്ചു. ലക്ഷ്മി സമയായ ജാനകീദേവിയും രാമാരിതേ ലക്ഷ്മണ വാരിജ വിലോചനേ ബാലേ മിഥിലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃത്തും. ഇന്നലെ രാത്രി പോയതല്ലേ അല്ലേ? അശോക, രാംദാസ് എവിടെ പോയി? ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. ഇന്നലെ വൈകുന്നേരം വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കള്ളു കുടിച്ച് ഓവറായപ്പോൾ എന്നെ ആട്ടിപ്പായിച്ചു. അയ്യപ്പ അവനെ അറിയില്ല, വിവരം അറിയില്ല. ഫോണിൽ ഒരുപാട് ട്രൈ ചെയ്തപ്പോൾ ഇപ്പം കിട്ടിയിട്ടുണ്ട്, വിവരം അറിയിച്ചിട്ടുണ്ട്. ഇപ്പം എത്തും. ആ സാറ് ഒന്ന് ഉണ്ടാകാതിരിക്കേണം സൗഖ്യമയോധ്യയിലേറും. അച്ഛമ്മ
റോഷ, അച്ഛമ്മ മരിച്ചിട്ട് 10 ദിവസം കൂടെ ആയിട്ടില്ല. അച്ഛൻ കൂട്ടുകാരെ വിളിച്ചോണ്ട് വന്ന് ഇവിടെ ഇരുന്ന് കള്ളുകൂടിയും ബഹളവും ഒക്കെയാ. ചില നേരത്തെ അവരുടെ നോട്ടവും ഭാവമൊക്കെ കാണുമ്പോ പേടിയാവുക. നിനക്ക് എന്നെ ഇവിടുന്ന് കൂട്ടിയിട്ട് പോകാൻ പറ്റുമോ? ഞാൻ വരുമോ? നിന്നെ കൊണ്ടുപോകാൻ എന്തായാലും ഞാൻ വരും. അയാളുടെ അടുത്ത് ഒറ്റയ്ക്ക് നിർത്താൻ ഞാൻ നിന്നെ വിടില്ല. നീ സമാധാനമായിട്ടിരിക്കും. ഞാനല്ലേ പറയുന്നത്. ഓക്കെ, ശരി. സുയിത്തെ, അവിടെ എത്തിയ ഉടനെ വിളിക്കണേ മോനെ. ആ അമ്മേ. പോട്ടെ അച്ഛാ. അറിയാത്ത സ്ഥല സൂക്ഷിച്ചൊക്കെ നടക്കണം. വേണ്ട, ഏട്ടൻ തന്നിട്ടുണ്ട്. ഇത് വെച്ചോ കയ്യിൽ. ഒരു വഴിക്ക് പോകുന്നതല്ലേ. മതി, ഇനി യാത്ര പറഞ്ഞ 8:30 ഐശ്വര്യ പോവും. വേഗമാ. ശരി. പോട്ടെ അമ്മേ. എന്നാ ശരി. ഹോസ്റ്റലില് ഫുഡിന്റെ കാര്യമില്ല, അതൊക്കെ ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ചേട്ടാ, അവിടെ റാങ്ക് ഉണ്ടാവോ? അവിടെ റാങ്കിങ് ഒന്നും ഇല്ലടാ. അതൊക്കെ നമ്മുടെ സഖാക്കന്മാരെ പിള്ളേർ തന്നെയാണ് അവിടെ ഉള്ളത്. എന്നാ കുഴപ്പമില്ല. പിന്നെ കോളേജിലും നമ്മുടെ പിള്ളേർ തന്നെയാണ് അവിടെ. ടെൻഷൻ അടിക്കുന്നു. അതെന്തായാലും കാര്യമായി. പിന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചേട്ടൻ ഉണ്ടാവുമല്ലോ. അതൊക്കെ നമുക്ക് എന്താ ചെയ്യാന്നേ. എന്തുവാടോ? രഞ്ജിത്തിന് ഇതുവരെ കണ്ടില്ലല്ലോ. അവനാ കവലയിലെങ്ങാനും കാണും. ഇങ്ങ് വന്നോളും. അതല്ല, അന്ന് ആ സമരപ്പന്തലിൽ പോലീസായിട്ടുണ്ടായ പ്രശ്നത്തിന് ശേഷം എനിക്കെന്തോ ഒരു പേടിയാ. അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അവനെല്ലാം അറിയില്ലേ. എവിടെ പോയിന്ന് ആർക്കറിയാം. ഇങ്ങ് വന്നോളും. PR കെമിക്കൽസും പുരുഷോത്തമൻ പിള്ളയും തമ്മിലുള്ള ഡീലേ ഈ കുമാരപുരത്തെ കുറെ മൂക്കളൊളിപ്പിക്കുന്ന കുട്ടികളുടെ കളിയാണെന്ന് കരുതിയോ നീ? നിനക്കൊന്നും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ലോകമാണിത്. അതിനിടയിലാണ് നിന്റെ ഒരു ശിവരാജൻ സഖാവ്. ഇവനെ തീർത്ത ആ ശിവരാജൻ ഒരുങ്ങിക്കോളും. നിങ്ങൾക്കുള്ളത് ഈ പുരുഷോത്തമൻ പിള്ള തരും. ഇവനെ അങ്ങ് തീർത്തേക്ക്. ഓട്ടടാ. അന്നേ എനിക്കറിയാമായിരുന്നടാ നീ എന്റെ കയ്യിൽ വന്ന് പെടുവന്ന്. കള്ളം. ജോണി, രഞ്ജിത്തിനെ കണ്ടോ? ഇല്ല സഖാവേ, കണ്ടിട്ടില്ല. എന്തേ? ആ, അവൻ ഇന്നലെ അവിടെയായിരുന്നോ? രാത്രി വീട്ടിൽ വന്നില്ല. സഖാവെന്ന് വരി. എന്താ പ്രശ്നം? ഒന്നുമില്ല, ഒരു സ്ഥലം വരെ പോവാണ്ട്. എവിടെ? ഇവിടെ അടുത്ത് തന്നെ. വരി. എന്താ നീ എങ്ങോട്ടേ പോകുന്നേ? ഇവിടെ അടുത്ത് തന്നെ. ഒന്ന് പോയിട്ട് വരാം.
പെങ്ങളെ കെട്ടിച്ചേച്ചതിൻ്റെ കടം ഇതുവരെ തീർന്നിട്ടില്ല. അതിനടക്ക് അച്ഛനെ വയ്യണ്ടേ. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവനാ സുഹൃത്തെ ഞാൻ. അതുകൊണ്ടാ അവർ പറയുന്നതും ചെയ്യുന്നതിനും കൂടെ ഒരക്ഷരം പോലും മിണ്ടാനാവാതെ നോക്കി നിൽക്കേണ്ടി വന്നത്. ഞാനീ പറഞ്ഞതൊന്നും ഒരു കോടതിയിൽ വന്ന് പറയാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. പക്ഷേ നിന്നോടെങ്കിലും ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ മനസാക്ഷിയിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. എന്നോട് ക്ഷമിക്കു സുഹൃത്തെ. നിന്റെ ചേട്ടനെ അവരിഞ്ചിഞ്ചായി കൊല്ലുന്നത് കണ്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. സുഹൃത്തെ, നീ അറിഞ്ഞാ നമ്മുടെ രാമദാസിന്റെ മോളില്ലേ ഒളിച്ചോടി പോയിന്ന് നമ്മുടെ സുനി ഇപ്പൊ പറഞ്ഞതാ. വാടാ വാ. നിങ്ങൾ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. ശരി. കുറേ നേരം ബൈക്ക് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നല്ലേ. ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം. ശരി. ഓക്കെ. പിന്നെ ഞാനല്ലാതെ വേറെ ആര് വിളിച്ചാലും വാതിൽ ഓർക്കണ്ട. ഓക്കെ. ഓക്കെ. എന്താടോ, എന്തു പറ്റി? റോഷ, എനിക്ക് പേടിയാവുന്നു. എന്തിനാ പേടിക്കുന്നേ? ഞാനില്ല കൂടെ. പിന്നെ ഇന്ന് രാത്രി നമ്മൾ ബാംഗ്ലൂർ പോവല്ലേ. അവിടെ എത്തി ഒന്നും പേടിക്കാനില്ല. പിന്നെ നമ്മുടെ ലോകം, ആ ലോകത്ത് ഞാനും നീയും മാത്രം. റോഷൻ എനിക്ക് വേണ്ടി ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ടല്ലേ? നിനക്ക് വേണ്ടിയല്ല, ഇനിയെല്ലാം നമുക്ക് വേണ്ടി. ആൾക്കാർ പറഞ്ഞു മാത്രമല്ലടോ. എൻ്റെ അടുത്ത് നിന്ന് ഒരു 2-3 പ്രാവശ്യം പൈസ വാങ്ങിച്ചു. തരാൻ തരുന്ന പൈസ തരില്ല. അതാണോ എൻ്റെ കുഴപ്പം? അതന്നെ പറഞ്ഞത്. വെറുതെ പറഞ്ഞല്ല നമ്മൾ. പക്ഷേ ഈ രാംദാസ് എന്ന് പറയുന്ന പോലീസുകാരൻ്റെ ഇത് ആരോടും പറയാൻ ആരോട് പറയും? നിങ്ങൾ എവിടുന്നാ വരുന്നേ? ഞാൻ കുറച്ച് ദൂരെന്നാ. അയാളെ വിവരമെല്ലാം അറിഞ്ഞിട്ടാണോ വരുന്നേ? എന്ത് വിവരം? രാംദാസിന്റെ മോള് ഒളിച്ചോടി പോയി വിവരം അറിഞ്ഞില്ലേ നിങ്ങള്? അശോക മൂപ്പരോട് ചോദിച്ചാ മതി. മോലാളുടെ സ്വന്തം ആളല്ലേ. ഓരോരുത്തരും വരുന്നുണ്ട്. ആരാ? എൻ്റെ പേര് കബീർ. എനിക്ക് നേരിട്ട് രാംദാസിനെ അറിയില്ല. എന്നാൽ രാംദാസിൻ്റെ ഭാര്യയായ ബീനയെ എനിക്കറിയാം. ബീനയുടെ നാട്ടുകാരനാണ് ഞാൻ.
രാംദാസിനൊന്ന് കാണാൻ പറ്റുമോ? ബീനയും ഞാനും ഒരേ സ്കൂളിലാണ് പഠിച്ചത്. എന്നേക്കാൾ 5-6 വയസ്സ് എളുപ്പമായിരുന്നു അവൾക്ക്. ഈ തൊട്ടടുത്ത വീടുകളായതുകൊണ്ട് എന്ത് കാര്യത്തിനും കബീർക്കാന്ന് വിളിച്ചുകൊണ്ട് ഓടി വരും. മുതിർന്നപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടായത് എൻ്റെ മനസ്സിൽ മാത്രം. അവൾക്കന്നും ഇന്നും എന്നും ഞാൻ അവളുടെ കബീർക്കയാണ്. നല്ലൊരു കൂട്ടുകാരൻ, ഒരു ജ്യേഷ്ഠ സഹോദരൻ, അങ്ങനെയൊക്കെ. അത് മനസ്സിലായപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കുഞ്ഞാഗ്രഹം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടി. എന്നാൽ നാട്ടുകാർക്ക് അങ്ങനെ ആയിരുന്നില്ല. അവരുടെ സങ്കല്പത്തിൽ ഞാൻ ബീനയുടെ കാമുകനും ജാരനും ഒക്കെ ആയിരുന്നു. രാംദാസിൻ്റെ മനസ്സിലും അല്ലേ? നിങ്ങൾ പറഞ്ഞതും ചെയ്തതും ഒക്കെ തെറ്റായിരുന്നു രാംദാസ്. നിങ്ങൾ ബീനെ കണ്ടോ? ആ, കണ്ടു. നിങ്ങൾ തമ്മിൽ പിരിഞ്ഞതും അതിന് കാരണക്കാരൻ ഞാനായിരുന്നെന്നും അവളെ എന്നോട് പറഞ്ഞത്. തെറ്റിദ്ധാരണ മാറിയോന്ന് എനിക്കറിയില്ല, അതാണ് സത്യം. രാംദാസേ, അടുത്ത ആഴ്ച ഞാൻ ഹജ്ജിന് പോവുകയാണ്. അപ്പം എന്നെക്കുറിച്ച് മനസ്സിൽ വല്ല തെറ്റിദ്ധാരണയോ ദേഷ്യമോ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. പോട്ടെ, ശരി. ആ പിന്നെ മോളെ തിരിച്ചു വിളിച്ച് അവൾക്ക് ഇഷ്ടമുള്ള ആളോട് ജീവിക്കാൻ അനുവദിക്കേ. ഈ ദേഷ്യവും പകയൊക്കെ ബന്ധങ്ങൾ നശിക്കാനേ സഹായിക്കൂ. ബന്ധങ്ങൾ വളരാൻ സ്നേഹവും വിശ്വാസവും തന്നെ വേണം. അമ്മേ, കേറിയിരിക്കുക. ഞാൻ ഇരിക്കാമെന്നല്ല, ഒന്ന് കാണാമെന്ന. മോനെ, അച്ഛനകത്തേക്ക് ഇരുത്ത. പതുക്കെ. കണ്ടില്ലേ, ഇതാണ് എൻ്റെ അവസ്ഥ. ഇത് കണ്ട് പരിഹസിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. എന്ത് പരിഹാസം! എനിക്കിതിൻ്റെ വായിന്നൊരു സത്യം അറിയണം. അനു അനു നമ്മുടെ മോള് തന്നെയാണോ? ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അത് നിങ്ങളുടെ ചോര തന്നെയാ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവളെ അവിടെ തന്നെ വെച്ചത്. നീ വെറുതെ പറയാ. അനു അനു നമ്മുടെ മോളല്ല. ലോകത്ത് ആർക്കെങ്കിലും ഒരു കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമെങ്കിൽ അത് അമ്മയ്ക്ക് മാത്രമാണ്.
സാറേ, കിട്ടി സാറേ, സാധനം കിട്ടി. ഇതെന്തൊരു ഇരിപ്പാ സാറേ. ആ, പോകുന്നവരൊക്കെ അങ്ങ് പോട്ടെ സാറേ. നീ ഒഴിക്കടാ. അശോക, നിനക്കറിയോ രാംദാസ് ആരാണെന്നിപ്പോ? സ്വന്തം എന്ന് പറയാൻ ഒരാൾ പോലും ഇല്ലാത്ത ഒറ്റയാൻ. സ്വന്തമാണെന്ന് കരുതി സ്നേഹിച്ച കാമുകി മുതൽ സ്വന്തമല്ലെന്ന് വിചാരിച്ച് ആട്ടിയിറക്കിയ മകള് വരെ നഷ്ടപ്പെട്ട ഹതഭാഗ്യൻ. ഒരു തെറ്റും ചെയ്യാത്ത എന്നോട് ദൈവം ക്രൂരത കാണിച്ചപ്പോ ആ ദൈവത്തോട് പകരം ചെയ്യാൻ വേണ്ടി ഒരുപാട് ക്രൂരതകൾ ഈ കൈകൊണ്ട് കാണിച്ചതാ. പക്ഷെ എനിക്കിപ്പോ അതിനെല്ലാം പകരമായി. അശോക, എനിക്കെൻ്റെ മോളെ കാണണം. സാറേ, സാർ എന്തൊക്കെയായി പറയണത്? നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. നീ അവരോട് ഒഴുക്കി. സാറ് പിന്നെ ഓഫായ. രാംദാസേ, സഖാവ് ശിവരാജൻ. വിടറാ, അഴിക്കടാ, അഴിച്ചു വിടറാ. രാംദാസിനെ കുറിച്ച് നിനക്ക് അറിയില്ല. അഴിക്കാൻ, അഴിച്ചു വിടറന്നെ. സഖാവേ, വേണ്ട. പണ്ട് പണ്ടേ കുറേ ദൂരെ ഒരു കാടുണ്ടായിരുന്നു. ആ കാട്ടിൽ കുറേ പാവപ്പെട്ട, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന മാനും മുയലും
പക്ഷികളും ഉണ്ടായിരുന്നു. സന്തോഷത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരുന്ന അവരുടെ ഇടയിലേക്ക് ഒരു സിംഹം വന്നു. കണ്ണിൽ കാണുന്ന എല്ലാത്തിനെയും വേട്ടയാടുന്ന ക്രൂരനായ ഒരു സിംഹം. ഇരയാക്കപ്പെടുന്നവന്റെ കരച്ചിൽ ആ സിംഹത്തിന് വല്ലാത്ത ഒരു ആനന്ദമായിരുന്നു. പക്ഷേ ആ സിംഹത്തിനറിയില്ലായിരുന്നു ഒരു ദിവസം അവന്റെ പല്ലും നഖവും സടയും കൊഴിഞ്ഞു പോകുമെന്ന്. ആ നിമിഷത്തിന് വേണ്ടി കാത്തിരുന്ന ഇരയാക്കപ്പെടുന്നവരുടെ കൂടപ്പിറപ്പുകളും ഉണ്ടാവുമെന്ന്. എടാ